ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് വാക്കിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വന്നിരിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിലേക്കാണ് ജോലി അവസരം വന്നിരിക്കുന്നത്. സൈറ്റ് സൂപ്പർവൈസറിലേക്കാണ് അപേക്ഷിക്കാവുന്നത്. അപ്പം ലിങ്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാന തീയതി എന്ന് പറയുന്നത് 10/9/2025, അതായത് സെപ്റ്റംബർ 10 അവസാന തീയതി. അപ്പോൾ നമുക്ക് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പം ഓർഗനൈസേഷൻ നെയിം കേരള റോഡ് ഫണ്ട് ബോർഡാണ്. പോസ്റ്റ് നെയിം സൈറ്റ് സൂപ്പർവൈസർ. ജോബ് ടൈപ്പ് പറയുന്നത് കേരള ഗവൺമെൻറ് ആണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് കോൺട്രാക്റ്റ്. പിന്നെ വാക്കൻസീസ് 60 വാക്കൻസി ആണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് കേരളയാണ്. സാലറി 25,000 സാലറി അറിയുന്നത്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം 27 തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 10/9/2025. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അപ്ലൈ ഓൺലൈൻ, ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എടുക്കുക. അപ്പം അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുന്നത് 16 ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, പ്രൊഫിഷ്യൻസി ഇൻ ഹാൻഡ്ലിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് MS പ്രോജക്റ്റ്, അതർ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്, MS ഓഫീസ്, നോളജ് ഇൻ എക്സിക്യൂഷൻ ഓഫ് സിവിൽ വർക്ക് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് വർക്ക് ബിൽസ്. പിന്നെ എക്സ്പീരിയൻസ് അറിയുന്നത് 2 years ആണ്. ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഗവൺമെൻറ്, പബ്ലിക്, പ്രൈവറ്റ് സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്ട്സ്. പിന്നെ വരുന്നത് ഏജാണ്. മാക്സിമം ഏജ് ലിമിറ്റ് അറിയുന്നത് 36 വയസ്സാണ്. കോൺട്രാക്ട് പീരീഡ് 1 year ആണ് അവർ പറയുന്നത്. പിന്നെ ഇവിടെ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ വായിക്കാവുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നത് അപ്ലൈ ഓൺലൈനാണ്. അപ്പം അവിടെ കൊടുത്തിരിക്കുന്ന ലിങ്ക് കയറുക. അപ്പം രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ഹിയർ. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ രജിസ്റ്റർ ചെയ്തവർ അവരുടെ രജിസ്ട്രേഷൻ ID ഒക്കെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലാണ് അവസരം വന്നിരിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലാണ് ജൂനിയർ എക്സിക്യൂട്ടീവിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം അവസാന തീയതി 27/9/2025. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ നെയിം എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. പോസ്റ്റ് നെയിം ജൂനിയർ എക്സിക്യൂട്ടീവ്. ജോബ് ടൈപ്പ് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് ആയിട്ടാണ്. വേക്കൻസീസ് 976 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജോബ് ലൊക്കേഷൻ വരുന്നത് അക്രോസ് ഇന്ത്യ ആണ്. സാലറി 40,000 മുതൽ 1,40,000 വരെയാണ് പെർ മന്ത് സാലറി അറിയുന്നത്. പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. സ്റ്റാർട്ട് ചെയ്തത് 28/8/2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 27 ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. അപ്പം വന്നിരിക്കുന്ന ഒഴിവുകൾ നമുക്ക് നോക്കാം. ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ, അതിലേക്ക് 11 ഒഴിവാണ്. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ, അതിലേക്ക് 199 ഒഴിവാണ്. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ, അതിലേക്ക് 208 ഒഴിവാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ്, അതിലേക്ക് 527 ഒഴിവാണ്. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫോർമേഷൻ ടെക്നോളജി, അതിലേക്ക് 31 ഒഴിവാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ കഴിയും. അപ്പം പോസ്റ്റുകൾ, പിന്നെ അതിലേക്ക് വന്നിരിക്കുന്ന ഒഴിവുകൾ, പിന്നെ SC ST അവർക്കൊക്കെ എത്ര ഒഴിവുകളാണ് അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിലും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷനൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതേമാതിരി ക്വാളിഫിക്കേഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി, ഡിപ്ലോമ, അങ്ങനത്തെ നിരവധി ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ട് പീരീഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പം ഇവിടെ അപ്ലൈ ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇവിടെ അപ്ലൈ ഓൺലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ലിങ്ക് കയറുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ വേണ്ടത് ആ പോസ്റ്റിൽ കയറിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ ആ പോസ്റ്റ് കയറിയിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. അപ്പോൾ രജിസ്റ്റർ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കയറിയിട്ട് പോസ്റ്റ് നെയിം പോസ്റ്റ് കോഡൊക്കെ അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം നോട്ടിഫിക്കേഷൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്